ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാലത്ത് തന്നെ ടെറസിലേക്ക് കയറി കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ പയറെടുക്കാമെന്ന് വെച്ച് പോയി. കുറച്ചെന്ന് വെച്ചാൽ 4-5 ഉള്ളൂ. പക്ഷേ 2 ദിവസത്തിന് മുൻപ് എടുത്ത പയറും ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ എല്ലാം കൂട്ടി ഇന്നൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പാത്രത്തിൽ ചെമ്മീനും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പപ്പ കൊണ്ടുവന്നതാണ് ചെമ്മീൻ. അപ്പോൾ ആദ്യം പയർ തോരന് വേണ്ടി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ കടുകും കരിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം പയറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് നേരം നല്ലോണം വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ചെമ്മീൻ ഉണ്ടാക്കുന്ന ജോലിയും നടക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ കുരുമുളകൊക്കെ ഇട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്, പെപ്പർ പ്രോൺ ഉണ്ടാക്കാനായിട്ട്. അതിനു വേണ്ടിയാണ് സവാള അരിഞ്ഞെടുക്കുന്നത്, കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു വശത്ത് പയർ തോരൻ നടക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് കുറച്ച് രസം വെക്കണം. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില പൊട്ടിക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കടുക് ചേർത്തിട്ടില്ല, കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ ഇത് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് ഇത് ഇച്ചിരി വാടിയതിന് ശേഷം നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. പെപ്പർ പ്രോണിന് ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി മറ്റൊരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചെറിയ ജീരകം, കുറച്ച് കുരുമുളക്, അതുപോലെ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ള വലിയ ജീരകം ഇല്ല, പൊടിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം ഇത് രണ്ടും ഇച്ചിരി വറുത്തെടുത്തതിന് ശേഷം പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം. പൊടി വറുക്കുന്നതിൽ ചേർക്കുന്നില്ല. ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയം കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പയർ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി അടിച്ച് വെച്ചിരിക്കുന്ന മസാല ഞാനൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇത് മസാല വേറെ ഒന്നുമില്ല, കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത്രയേ ഉള്ളൂ. ഇത്രയും അടിച്ചിട്ട് ഞാനതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 2-3 മിനിറ്റ് നല്ലോണം മിക്സായതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ആക്കി എടുക്കാം. അപ്പം ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. സവാളയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ കളറൊക്കെ ഒന്ന് മാറും, നല്ല ചെവല കളറിൽ ആകുന്നുണ്ട്. അപ്പം ഞാനിത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അതുപോലെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പക്ഷേ അത് പേസ്റ്റ് അരച്ച് വെച്ച് തീർന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും തല്ലി ചേർക്കുവാണ്. ഇച്ചിരി കൂടുതലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ആദ്യം ഇത് നല്ലോണം നമുക്ക് മിക്സാക്കി കൊടുത്തിട്ട് അതിന് ശേഷം ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും ചേരത്തില്ല. വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതലും കുരുമുളകും ചെറിയ ജീരകം പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, ഇത് 3 മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് മല്ലിപ്പൊടി ചേർത്താലും ടേസ്റ്റ് നന്നായിരിക്കും, പക്ഷെ മുളക് പൊടി ഇടാൻ ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതിന് ശേഷം വീണ്ടും നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിക്കാം. ചെമ്മീനൊക്കെ വെന്ത് കിട്ടാൻ എളുപ്പമാണ്. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഇച്ചിരി വലിയ ചെമ്മീനാണ്, ഒരു 10 മിനിറ്റോളം നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം, ഇത് മുങ്ങുന്ന അത്രയ്ക്കും വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവ് സ്വിച്ച് ഓഫ് ആക്കാം. അതുപോലെ ചെമ്മീനിലും വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മസാല റെഡിയാക്കണം. അത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ, കുരുമുളകും ചെറിയ ജീരകം, അതൊന്ന് പൊടിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റൗവ് സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരുന്ന കുരുമുളകും ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി എൻ്റെ കയ്യിൽ മുഴുവനായിട്ട് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പൊടി ചേർക്കുവാണ്. ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ചെമ്മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളച്ച് കുറുകി വരുമ്പം പെപ്പർ പ്രോൺ റെഡിയാകും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു
ഒരു കറിയാണ്. അത് കറിയായിട്ടല്ല, ഇത് ഇച്ചിരി തിക്കായിട്ടാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് രസത്തിന് വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് 2 തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തക്കാളി ഉടഞ്ഞ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടും ചേർക്കാം. പക്ഷേ അടിച്ചിട്ട് ചേർക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഇളക്കി കൊടുക്കുന്നതാണ്, ഇതുപോലെ വഴറ്റി കൊടുക്കുന്നതാണ് നല്ല രുചി ഉണ്ടാവും. നമ്മൾ മിക്സിയിൽ അടിക്കുന്നത് ചെറിയൊരു പച്ചമണം, ചിലപ്പോൾ ചെറിയൊരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ രസത്തിനുള്ള പൊടിയൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുവാണ്. കുരുമുളക്, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് പരിപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പരിപ്പ് വേവിച്ച വെള്ളം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് കുറച്ച് പുളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരടുപ്പത്ത് ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ രസത്തിനുള്ള പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുവാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം മല്ലിയില എൻ്റെ കയ്യിൽ ആവശ്യത്തിനില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉള്ള മല്ലിയില അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കരിവേപ്പില, ടെറസിൽ നിന്ന് എടുത്തിട്ട് വന്ന കരിവേപ്പിലയാണ്. അത് ചെമ്മീനിൽ ഇട്ടതോടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് തിളയ്ക്കാറാവുമ്പം നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ആക്കി കൊടുക്കാം. രസം തിളയ്ക്കേണ്ട. അപ്പോൾ തിളയ്ക്കുന്ന സമയമാകുമ്പോൾ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉച്ചയ്ക്കുള്ള പണി തീരും. ചോറ് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രസം റെഡിയായി, ചെമ്മീൻ റെഡിയായി, അതുപോലെ പയർ തോരനും റെഡിയായിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഇച്ചിരി ക്ലീനിങ് പണിയൊക്കെ ഉണ്ടായിരുന്നു. കിച്ചനൊക്കെ നേരത്തെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വീട് എന്നും തൂക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ വീട് തൂക്കാനൊക്കെ തുടങ്ങി. എല്ലാ മുറിയും തൂത്തിട്ടുണ്ട്. ഇപ്പോൾ ഹാളാണ് തൂത്ത് മാറ്റുന്നത്. എന്നും തൂത്താലും എത്ര തൂത്താലും നമുക്ക്, ഞാൻ പറഞ്ഞില്ല, റോഡിൻ്റെ അരികിലുള്ള വീടാണ്. അപ്പോൾ കൂടുതലും ഡസ്റ്റ് നമുക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് വീടൊന്ന് ക്ലീനാക്കി കൊടുക്കാമെന്ന് വെച്ച് പെട്ടെന്ന് തൂക്കുവാണ്. അപ്പോൾ എല്ലാം തൂത്ത് കഴിഞ്ഞു. ഇനി ചായ ഇട്ട് കുടിക്കണം. അതുപോലെ ടെറസിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ടെറസിൽ പോകണം. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വന്നപ്പം സൂര്യൻ നല്ല അടിപൊളി സീനായിരുന്നു കാണാനായിട്ട്. കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നിട്ട് ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇച്ചിരി നേരം അവിടെ നിന്നിട്ടാണ് വന്നത്. ഇങ്ങനെ വന്നിട്ട് പിള്ളേരൊക്കെ പഠിച്ചതിന് ശേഷം രാത്രി ഡിന്നറിനുള്ള പണി നോക്കുവാണ്. അപ്പോൾ ഡിന്നർ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ദോശയാണ് ഇന്ന്. സൈഡിൽ തേങ്ങ ചട്നി ഉണ്ടാക്കുവാണ്. ദോശയും തേങ്ങ ചട്നിയുമാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറും കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചോറ് കഴിക്കുന്നവർ ചോറ് കഴിക്കട്ടെ. അപ്പോൾ ചേട്ടന് ദോശ മസ്റ്റാണ്, രാത്രി ചോറ് കഴിക്കാറില്ല. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള ആർക്കെങ്കിലും ദോശ വേണമെങ്കിൽ അവർക്കും വേണ്ടി കൂടി ഉണ്ടാക്കുവാണ്. അങ്ങനെ നൈറ്റുള്ള ഡിന്നറിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി രാത്രി ചെറിയ കിച്ചൺ ക്ലീനിങ് ഉണ്ട്. അടുപ്പൊക്കെ ഇച്ചിരി തുടച്ചിടണം. അതുപോലെ സിങ്കിൽ 1-2 പാത്രങ്ങളുണ്ട്, അതും ഒന്ന് ക്ലീനാക്കി മാറ്റണം. ഇതൊക്കെ കഴിഞ്ഞാൽ കിച്ചണിലുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ കാലത്തുള്ള പണിയാണ്. പിറ്റേന്ന് ഉച്ച തൊട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീഡിയോ എടുത്തില്ല. തുണി അലക്കാൻ ഇട്ടിരുന്നു. അങ്ങനെ ഒരുപാട് പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി വീഡിയോ എടുക്കാൻ പാടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലാവശ്യത്തിൽ എണ്ണ ഒഴിക്കുവാണ്. അപ്പോൾ ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. ഫങ്ഷൻ ടൈംസിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മാത്രമേ നെയ്യ് ചേർക്കാറുള്ളൂ. കാരണം ഇവിടെ നെയ്യ് ചേർക്കുന്നത് ചേട്ടന് ഇഷ്ടമില്ല. അതുകൊണ്ട് നെയ്യ് ചേർക്കാതെ ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലം എല്ലാം ഇട്ടിട്ടുണ്ട്. അതുപോലെ രമ്പ ഇലയും കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒരു 6-7 ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ അരിയാണ് ഇടുന്നത്. അപ്പം അതിനുള്ള സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കാം. അതുപോലെ മറ്റൊരു അടുപ്പത്ത് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്, തിക്കായിട്ട്, ഗ്രേവി ആയിട്ടല്ല, വളരെ തിക്കായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്
മറ്റൊരടുപ്പത്തും വെച്ചിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിക്കുള്ള മസാല റെഡിയായി. ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളി, മല്ലിയില, പുതിന ഇല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. അതിലുള്ള മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയാണ് സവാള വഴറ്റുന്നത്. അങ്ങനെ ബിരിയാണിക്കുള്ള ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് കുറുകി വരുമ്പം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇവിടെ ചിക്കനുള്ളത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തിക്കായി വരുമ്പം നമുക്ക് സ്വിച്ച് ഓഫ് ആക്കി കൊടുത്താൽ മതി. മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങാപ്പാൽ തിളയ്ക്കാറായി. ഇനി അരി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് 1 കിലോ അരിയാണ് കുതിർത്തിട്ടത്. ജീരകശാല റൈസാണ്, അല്ലെങ്കിൽ കൈമ റൈസ് എന്നും പറയും. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മൾ തമിഴിൽ ജീരക ചമ്പ എന്ന് പറയും. അപ്പം അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചിക്കൻ തിളച്ച് റെഡിയായിരിക്കുവാണ്. ഇനി കുറച്ച് മല്ലിയില തൂവി കൊടുത്താൽ മതി. ഇവിടെ തിളയ്ക്കാറായി. അതുകൊണ്ട് ഒരു അടപ്പിട്ട് കൊടുത്തിട്ട് 10-15 മിനിറ്റ്, 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ആക്കി നോക്കാം. അപ്പോൾ ചിക്കൻ കറിയിൽ മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറി റെഡിയായി. ഇനി ഇതൊന്ന് ഓഫാക്കിയിടാം. ഞാൻ പറഞ്ഞില്ലേ, തിക്കായിട്ടാണ് എടുക്കുന്നത്, ഗ്രേവി ആയിട്ടല്ല. അപ്പോൾ ഗ്രേവിയെക്കാട്ടിലും ഇച്ചിരി തിക്കായിട്ട് എടുക്കുന്നത് നല്ല രുചി ഉണ്ടാവും. അപ്പോൾ ബിരിയാണി അങ്ങനെ റെഡിയായി. അപ്പോൾ മക്കളൊക്കെ കഴിക്കാൻ തുടങ്ങി. അതുപോലെ തൈരും ഉള്ളിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ച ഭക്ഷണം കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.